പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചുറപ്പിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളും ഒന്നാം ലോക മഹായുദ്ധവും അതിന്റെ അനന്തരഫലങ്ങളും. നമുക്ക് വളരെ ചുരുക്കി ഇങ്ങനെ പറയാം. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള പ്രധാന കാരണം സാമ്രാജ്യത്വ കിടമത്സരങ്ങളും കോളനിവൽക്കരണവും കൂടാതെ തീവ്ര വംശീയ പ്രസ്ഥാനങ്ങളുമാണ്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ പരാജയപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ജർമ്മനി എന്ന രാജ്യത്തെ അടിച്ചമർത്തുന്ന നിലപാടാണ് ആര് സ്വീകരിച്ചത്? വിജയിച്ച രാജ്യങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും സ്വീകരിച്ചത് വേഴ്സായി ഉടമ്പടിയിലൂടെ. ആദ്യ കാലഘട്ടത്ത് ജർമ്മനിയുടെ കൂടെ ഉണ്ടായിരുന്ന ഇറ്റലി യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തെത്തിയപ്പോ വിജയിച്ചവരുടെ ചേരിയിലേക്ക് പിന്മാറിയെങ്കിലും ഇറ്റലിക്ക് അർഹമായ നഷ്ടപരിഹാരം ഒന്നും ആര് കൊടുത്തില്ല? ബ്രിട്ടനോ ഫ്രാൻസോ അമേരിക്കയോ കൊടുത്തില്ല. അത് ഇറ്റലിയെ സംബന്ധിച്ചിട്ട് വളരെ പരിതാപകരമായ സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിച്ചു. ജർമ്മനി വിജയിച്ച രാജ്യങ്ങൾക്കെല്ലാം നഷ്ടപരിഹാരം കൊടുത്തു തീർക്കുന്നത് വരെ മറ്റ് ക്ഷേമ പദ്ധതികളോ സൈനിക ഏകീകരണമോ ആയുധ സംഭരണമോ പാടില്ല എന്ന വേഴ്സായി ഉടമ്പടിയിലെ നിർദ്ദേശം ജർമ്മൻ ജനതയ്ക്ക് അതിശക്തമായ വിദ്വേഷമുണ്ടാകാൻ ഇടയാക്കി. ആ വിദ്വേഷം വംശീയ പ്രസ്ഥാനത്തിലൂടെ അവിടുത്തെ ഭരണാധികാരികൾ ആളിക്കത്തിച്ചു. അതാണ് ജർമ്മനിയിൽ ഫാസിസം എന്ന ആശയത്തിന് വിത്തുപാകിയത്. ഇറ്റലിയിലും ഇതേ കാഴ്ചപ്പാട് തന്നെയായിരുന്നു. തങ്ങൾ വിജയിച്ചുവെങ്കിലും ചില വംശത്തിൽപ്പെട്ടവർക്ക് മാത്രം നഷ്ടപരിഹാരം വിതരണം ചെയ്തു, തങ്ങളെ അവഗണിച്ചു എന്ന കാഴ്ചപ്പാട് ഇറ്റാലിയൻ ജനതയ്ക്ക് മേലും ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെ ഇറ്റലിയിലും ഫാസിസം എന്ന ചിന്താഗതി ഉദയം ചെയ്തു. ഫാസിസം എന്ന ചിന്താഗതിയിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും നാസിസം രൂപം കൊള്ളുക. അതാ ഞാൻ പറഞ്ഞേ, ഇറ്റലിയിലും ജർമ്മനിയിലും ഫാസിസം എന്ന ആശയമാണ് ഉദയം ചെയ്തത്. ആ ഫാസിസത്തിന്റെ ഒരു തീവ്ര നിലപാടാണ് നാസിസം എന്ന് പറയുക. അപ്പൊ നമുക്ക് ഫാസിസവും നാസിസവും പഠിക്കാം. പൊതുവായി ഫാസിസത്തിന്റെ ഒരു തീവ്ര നിലപാടല്ലേ നാസിസം. അതുകൊണ്ട് തന്നെ ഫാസിസമാണെങ്കിലും നാസിസമാണെങ്കിലും ഇവരുടെ സാമ്രാജ്യത്വ അധികാരമോഹം തന്നെയാണ് ഉള്ളടക്കമെന്ന് പറയുന്നത്. ഫാസിസത്തിലൂടെയും നാസിസത്തിലൂടെയും സാമ്രാജ്യത്വ ശക്തികളായി മാറുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഇവരെ സോഷ്യലിസത്തെ എതിർത്തു, ജനാധിപത്യത്തെ എതിർത്തു, സോഷ്യലിസം ആവശ്യപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകളെ എതിർത്തു. കമ്മ്യൂണിസത്തെ എതിർത്തപ്പോ സാമ്രാജ്യത്വ കിടമത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, മുതലാളിത്ത രാജ്യങ്ങൾ ഇവരെ സ്വീകരിച്ചു. കാരണം ശത്രുവിന്റെ ശത്രു മിത്രമാണ് എന്ന കാഴ്ചപ്പാട് അല്ലെ. അപ്പൊ മുതലാളിത്ത രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസത്തെ എതിർക്കുന്നുണ്ട്. കാരണം കമ്മ്യൂണിസം മുതലാളിസത്തെ തകർക്കും എന്നാണ് കാർൽ മാർക്സ് ഉൾപ്പെടെയുള്ള തത്വചിന്തകർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുതലാളിത്ത രാജ്യങ്ങൾ കമ്മ്യൂണിസത്തിനെതിരാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ അവര് പറയാനും നിലപാട് ഉന്നയിക്കുവാനും അവർ തയ്യാറല്ല. കാരണം റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് ഉള്ളത് അല്ലെ. യൂറോപ്യൻ ശക്തികളെ പോലെ തന്നെ സാമ്രാജ്യത്വ ശക്തിയാണ് റഷ്യ. അപ്പൊ സ്വാഭാവികം പ്രത്യക്ഷത്തിൽ റഷ്യക്കെതിരെ അവർ ആഞ്ഞടിക്കാൻ തയ്യാറല്ല. നാസിസവും ഫാസിസവും ഉയർന്നു വന്നപ്പോ ആ നാസിസത്തെയും ഫാസിസത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ഈ രാജ്യങ്ങളെല്ലാം സ്വീകരിച്ചത്. കാരണം വീണ്ടും ഒരു കിടമത്സരത്തിലേക്ക്, വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുവാൻ ഇവരൊന്നും തയ്യാറല്ല. നമ്മളത് രണ്ടാം ലോക മഹായുദ്ധം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. രണ്ടാം ലോക മഹായുദ്ധം ഒരു പ്രഖ്യാപിച്ചെങ്കിലും ഏകദേശം 6 മാസക്കാലം യുദ്ധമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. പരസ്പരം ഇവർക്ക് ഭീഷണിപ്പെടുത്തണം, പക്ഷെ യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തില് സാമ്പത്തികമായി തകർന്ന അവസ്ഥ ഇവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, യെസ്, ഇതൊക്കെ മനസ്സിലുണ്ടാവട്ടെ. നമുക്ക് ആരംഭിക്കാം. ഫാസിസം എന്താണ്? ഫാസിസം ജനാധിപത്യ വിരുദ്ധ നിലപാടുകളാണ് ഫാസിസം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങളുടെ ഹിതമനുസരിച്ച് ഭരിക്കുന്നതാണല്ലോ ജനാധിപത്യ ഭരണം. എന്നാൽ ജനഹിതമല്ല, രാഷ്ട്രഹിതമനുസരിച്ച് ഭരിക്കുന്നതാണ് ഫാസിസം എന്ന് പറയുന്നത്. തങ്ങളാണ് ഉന്നതർ, ലോകത്ത് തങ്ങൾക്കാണ് ജീവിക്കുവാൻ അധികാരം, മറ്റുള്ളവർ തങ്ങളുടെ ദാസന്മാരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാളും ഏറ്റവും ഉന്നതർ, കുലീനർ തങ്ങളാണ്.
അതിനുവേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മുടെ ജനങ്ങൾ ചെയ്യണം. നമ്മുടെ ജനങ്ങളുടെ ഈ പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ ഈ നിലപാട് സ്വീകരിക്കണം. തുടങ്ങി രാഷ്ട്രം ഒരു നിലപാട് പറയും. അത് ജനങ്ങൾ അംഗീകരിക്കണം, അനുസരിക്കണം. അല്ലാതെ ജനങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന നിലപാട്. ഇതാണ് ഫാസിസം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഫാസിസം. രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഫാസിസം. എന്നാൽ ഫാസിസം എന്ന ആശയം എവിടെയുണ്ട്? ജർമ്മനിയിലുമുണ്ട്, ഇറ്റലിയിലുമുണ്ട്. ജർമ്മനിയിലും ഇറ്റലിയിലും ഫാസിസം എന്നൊരു ആശയമുണ്ട്. എന്നാൽ ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ഇറ്റലിയിലാണ്. കേട്ടോ. അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഫാസിസ്റ്റ് പാർട്ടി. ഫാസിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ബെനിറ്റോ മുസോളിനി. ബെനിറ്റോ മുസോളിനി 1921 എന്ത് സ്ഥാപിക്കുന്നത്? ഫാസിസ്റ്റ് പാർട്ടി സ്ഥാപിക്കുക. ഫാസിസം എന്ന വാക്കിന്റെ അർത്ഥം ഒരുമ. ഫാസിസ്റ്റ് പാർട്ടിയുടെ ലോഗോ അഥവാ മുദ്ര എന്ന് പറയുന്നത് ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും. ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും. അതായത് ആ ഒരു കെട്ട് ദണ്ഡ് എന്നത് ജനങ്ങളെ സൂചിപ്പിക്കുന്നു. ആ ജനങ്ങൾ വംശീയപരമായി അല്ലെങ്കിൽ തീവ്ര വംശീയപരമായി ഒന്നാകണമെന്നും പ്രാചീന റോമൻ സാമ്രാജ്യം പുനഃസ്ഥാപിക്കണം എന്നതുമായിരുന്നു ആശയം. ഓക്കെ. അപ്പോ ഇറ്റലിയിലാണ് ഫാസിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുക. പ്രാചീന ഇറ്റലിയിൽ നിലനിന്ന രാജവംശമായിരുന്നു റോമൻ സാമ്രാജ്യം. ആ റോമൻ സാമ്രാജ്യം യൂറോപ്പും ഏഷ്യയിലെ പല രാജ്യങ്ങളും അടക്കി വാണിരുന്ന വിസ്തൃതമായ ഒരു ഭൂപ്രദേശമാണ്. ആ റോമൻ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു എന്തിന്റെ ലക്ഷ്യം? ഫാസിസ്റ്റ് പാർട്ടിയുടെ. അതുകൊണ്ടാണ് അവർ മുദ്ര എന്ത് സ്വീകരിച്ചത്? ഒരു കെട്ട് ദണ്ഡും അതിന് മുകളിൽ ഒരു മഴുവും. അതായത് കീഴടക്കുക അഥവാ പുരാതന റോമൻ സാമ്രാജ്യം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ആശയപ്രചരണം. യെസ്, പ്രധാന ലക്ഷ്യം നമ്മൾ പറഞ്ഞു, പ്രാചീന റോമൻ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനം. അതുകൊണ്ട് തന്നെ സോഷ്യലിസത്തെയോ ജനാധിപത്യവാദികളെയോ തത്വചിന്തകരെയോ ആരംഗീകരിച്ചിരുന്നില്ല? യെസ്, ഫാസിസം അംഗീകരിച്ചിരുന്നില്ല. അത് ഇറ്റലിയിലെ ഫാസിസം ആണെങ്കിലും ജർമ്മനിയിലെ ഫാസിസം ആണെങ്കിലും അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാസിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ച സോഷ്യലിസ്റ്റ് ചിന്തകനാണ് മെറ്റിയോറ്റി എന്ന് പറയുക. ഫാസിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ച സോഷ്യലിസ്റ്റ് ചിന്തകനാണ് മെറ്റിയോറ്റി. സോഷ്യലിസ്റ്റ് ചിന്തകർ എന്താണ് പറയുക? ജനങ്ങൾക്കെല്ലാം തുല്യ അവകാശമാണ്. അത് ഭരണാധികാരിയാണെങ്കിലും ഭരണകർത്താക്കളാണെങ്കിലും ജനങ്ങളാണെങ്കിലും എല്ലാവർക്കും തുല്യ അവകാശമുണ്ട് എന്ന ചിന്തയാണ് ആര് പ്രകടിപ്പിക്കുക? സോഷ്യലിസ്റ്റ് ചിന്തകർ. ഇത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? ഇറ്റലിയിലെ ഭരണവർഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭരണവർഗത്തെ സംബന്ധിച്ചിട്ട് അവർ പറയുന്നത് രാഷ്ട്രത്തിന്റെ തീരുമാനം ഞങ്ങൾ കൈക്കൊള്ളും. അത് ജനങ്ങൾ അനുസരിക്കണം. അതാണ് ജനങ്ങൾക്ക് രാഷ്ട്രത്തിന് നല്ലത്. രാഷ്ട്രത്തിന് വേണ്ടി ജനങ്ങൾ അത് അംഗീകരിച്ചേ പറ്റൂ. ഇതിനെ എതിർത്ത വ്യക്തിയായിരുന്നു മെറ്റിയോറ്റി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാസിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്? തെരുവിൽ വെച്ച് പിടികൂടി വധിച്ചു കളയുന്നത്. മറ്റൊരു കാരണം കൂടെയുണ്ട്. ഇത്തരം സോഷ്യലിസ്റ്റ് ചിന്തകന്മാരാണ് ലോക വിപ്ലവങ്ങൾക്കൊക്കെ കാരണമായി തീർന്നത്. വീണ്ടും ജർമ്മനിയില് ഒരു വിപ്ലവം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഇറ്റലിയില് ഒരു വിപ്ലവം ഉണ്ടാകാൻ, ഫാസിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സ്ഥലത്ത് ഒരു വിപ്ലവം ഉണ്ടാകാൻ ആര് തയ്യാറായില്ല? ഫാസിസ്റ്റ് ചിന്തകർ തയ്യാറായില്ല. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഫാസിസം. എന്താണ് ഫാസിസം എന്ന ആശയം? ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഫാസിസ്റ്റ് പാർട്ടി. ഫാസിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ബെനിറ്റോ മുസോളിനി 1921 രൂപീകരിച്ചു. ഫാസസ് എന്ന വാക്കിന്റെ അർത്ഥം ഒരുമ. അവിടെ ജനങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കുന്നു എന്നതിലല്ല, ജനങ്ങൾ ഒരുമിച്ച് ഒരു കർത്തവ്യം നിർവഹിക്കുന്നു എന്നതാണ് അർത്ഥമാക്കുക. മുദ്ര ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും. പുരാതന റോമൻ സാമ്രാജ്യത്തിന്റെ ചിഹ്നമായിരുന്നു. ആ പുരാതന റോമൻ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു ലക്ഷ്യം. ഫാസിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ച സോഷ്യലിസ്റ്റ് ചിന്തകനാണ് മെറ്റിയോറ്റി എന്ന് പറയുക. ഇനി ഫാസിസത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഫാസിസം എന്ന് പറയുമ്പോൾ തീവ്ര ജനാധിപത്യ വിരുദ്ധതയാണ്. അത് തീവ്ര വംശീയ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ? നോക്കാം, എന്തൊക്കെയാണ് ഫാസിസത്തിന്റെ സവിശേഷതകൾ? തീവ്രദേശീയത, വംശമഹിമ എന്നിവ ഉയർത്തിപ്പിടിച്ചു. തീവ്രദേശീയത, വംശമഹിമ എന്നിവ ഉയർത്തിപ്പിടിച്ചു. തങ്ങൾ പ്രാചീന കാലത്ത് ലോകം അടക്കിവാണവരാണ് ഇറ്റലിയിലെ ജനങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ ഒന്നുമല്ലാതായിരിക്കുന്നു. ആ അധികാരം നമുക്ക് തിരിച്ചു പിടിക്കണം. ആ ഒരു കാഴ്ചപ്പാട് മനസ്സിലായോ? വംശമഹിമ, തീവ്രദേശീയത എന്നിവ പ്രചരിപ്പിക്കുന്നു.
ജനാധിപത്യം, സോഷ്യലിസം എന്നിവയെ എതിർക്കുന്നു. ജനങ്ങളുടെ ഹിതമല്ല, രാഷ്ട്രത്തിന്റെ ഹിതമാണ് നടപ്പിലാക്കേണ്ടത്. ജനങ്ങളെല്ലാവരും തുല്യരെന്ന് പറയാൻ കഴിയില്ല. കാരണം തങ്ങളാണ് പണ്ട് രാജ്യം അല്ലെങ്കിൽ ഈ ലോകം തന്നെ അടക്കി വാണത്. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളുടെ ചിന്തയോ ക്ഷേമമോ ഒന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല. യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ. യുദ്ധമെന്ന് പറയുന്നത് പോരാളികളുടേതാണ് എന്ന കാഴ്ചപ്പാട്. ആ യുദ്ധത്തിലൂടെ മാത്രമേ സാമ്രാജ്യത്വം അഥവാ അധീശത്വം നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന കാഴ്ചപ്പാട്. രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ. ഈ രാജ്യമാണ് ലോകത്തെ ഏറ്റവും ഉന്നതർ എന്ന കാഴ്ചപ്പാട്. മറ്റുള്ള രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തെ നിയന്ത്രിക്കുവാനോ തങ്ങളുടെ രാജ്യത്തോടൊപ്പം നിൽക്കുവാനോ അവർക്ക് കഴിവില്ലാത്തവരാണ്. പക്ഷേ ഇക്കാലയളവിൽ അവര് അങ്ങനെ നിലകൊള്ളുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല തുടങ്ങിയ കാഴ്ചപ്പാടുകൾ. രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. തങ്ങളോട് മത്സരിക്കാൻ തയ്യാറാകുന്നവർ വീണ്ടും മത്സരിക്കാൻ തയ്യാറാകരുത് അല്ലെങ്കിൽ ധൈര്യപ്പെടരുത്. ഓക്കെ. അപ്പോ ഫാസിസത്തിന്റെ സവിശേഷത സ്വന്തം രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്നു. മറ്റുള്ളവരൊക്കെ ആ കുലീനരല്ല എന്ന കാഴ്ചപ്പാട്. തങ്ങൾ മാത്രമാണ് കുലീനർ എന്ന കാഴ്ചപ്പാട്. മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലാം തങ്ങളെ അംഗീകരിക്കണമെന്ന കാഴ്ചപ്പാട്. ഇതായിരുന്നു ഫാസിസം. ഇറ്റലിയിലാണ് തുടക്കം കുറിച്ചതെങ്കിലും ജർമ്മനിയിലും ഈ ഒരു ആശയം തന്നെയാണ് പ്രചരിക്കപ്പെടുക. അപ്പോൾ ഫാസിസത്തിന്റെ സവിശേഷത എന്തൊക്കെയാ? തീവ്രദേശീയത, വംശമഹിമ, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയെ എതിർക്കുക, യുദ്ധത്തെ മഹത്വവൽക്കരിക്കുക, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുക, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. കാണാപ്പാടൊന്നും പഠിക്കണ്ട. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ. ഇനി ഇറ്റലിയില് ഫാസിസത്തിന്റെ നേതൃത്വത്തില് ഫാസിസ്റ്റ് പാർട്ടി ആരംഭിച്ചത് ആരായിരുന്നു? മുസോളിനി ആയിരുന്നു. നമുക്ക് നോക്കാം മുസോളിനിയെ കുറിച്ച്. മുസോളിനി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി. നാഷണൽ ഫാസിസ്റ്റ് പാർട്ടിയുടെ കീഴില് മുസോളിനി രൂപീകരിച്ച സൈന്യമായിരുന്നു കരിങ്കുപ്പായക്കാർ. കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ഷർട്ട്സ്. അപ്പോൾ മുസോളിനി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി. ഈ നാഷണൽ ഫാസിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ രൂപീകരിച്ച സൈന്യമായിരുന്നു കരിങ്കുപ്പായക്കാർ. ഓക്കെ. മുസോളിനി രൂപീകരിച്ച സായുധ സംഘമായിരുന്നു ഫാസസ്. ഫാസസ് എന്ന വാക്കിന്റെ അർത്ഥം ഒരുമ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മുസോളിനി രൂപീകരിച്ച സായുധ സംഘമാണ് ഫാസസ് എന്ന പേരിൽ അറിയപ്പെടുക. ഈ ഫാസസ് എന്ന സായുധ സംഘത്തിന്റെ കടമ അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്നത് ഫാസിസ്റ്റ് ആശയത്തെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടികൂടി വധിക്കുക. അങ്ങനെയാണ് മെറ്റ്യൂറ്റിയെ പിടികൂടി വധിക്കുന്നത്. നമ്മളിപ്പോൾ ഫാസിസ്റ്റുകൾ പിടികൂടി വധിച്ചു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സായുധ സംഘമായ ഫാസസിന്റെ നേതൃത്വത്തിലാണ് മെറ്റ്യൂറ്റി വധിക്കുന്നത്. 1922 പ്രസിദ്ധമായ റോം മാർച്ച് നടത്തി. റോം മാർച്ച് നടത്തി പട്ടാള അട്ടിമറിക്ക് ശ്രമിച്ചു. ആരുടെ സഹായത്താല്? കരിങ്കുപ്പായക്കാരുടെയും ഫാസിസത്തിന്റെയും സഹായത്താല് മുസോളിനി ഇറ്റാലിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. തുടർന്ന് ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായി മുസോളിനി നിയമിക്കപ്പെടുകയാണ്. ഈ 1922 റോം മാർച്ച് എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ പട്ടാള അട്ടിമറിയിലൂടെ മുസോളിനി അധികാരത്തിൽ വന്നു എന്നതിനാണ് പ്രാധാന്യം. മനസ്സിലായോ? അപ്പോൾ 1922 പ്രസിദ്ധമായ റോം മാർച്ച് നടത്തുകയും ഇറ്റലിയിൽ അധികാര കൈമാറ്റം നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് സായുധ വിപ്ലവത്തിന് സഹായം ചെയ്തത് രൂപീകരിച്ച സൈന്യമായ കരിങ്കുപ്പായക്കാരും സായുധ സംഘമായ ഫാസിസുമായിരുന്നു. ഇക്കാലയളവില് മുസോളിനിയെ അദ്ദേഹത്തിന്റെ അനുയായികൾ, ഫാസിസ്റ്റ് അനുയായികൾ വിശേഷിപ്പിച്ചത് ഡ്യൂച്ചെ എന്നാണ്. ഓക്കെ. മുസോളിനിയെ അദ്ദേഹത്തിന്റെ അനുയായികൾ എന്തെന്ന് വിശേഷിപ്പിച്ചു? ഡ്യൂച്ചെ എന്ന് വിശേഷിപ്പിച്ചു. മറക്കൂലല്ലോ. അപ്പൊ മുസോളിനി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി. രൂപീകരിച്ച സൈന്യം എന്ന് പറയുന്നത് കരിങ്കുപ്പായക്കാരാണ്. രൂപീകരിച്ച സായുധ സംഘം ഫാസസ്. 1922 റോം മാർച്ച് സംഘടിപ്പിക്കുകയും അതിലൂടെ അധികാര കൈമാറ്റം നേടുകയും ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായി മുസോളിനി അവരോധിക്കപ്പെടുകയും ചെയ്തു. ഇക്കാലയളവിൽ മുസോളിനിയെ അദ്ദേഹത്തിന്റെ അനുയായികൾ, അതായത് ഫാസിസ്റ്റുകൾ വിശേഷിപ്പിച്ചത് ഡ്യൂച്ചെ എന്നാണ്. ഇദ്ദേഹത്തിന്റെ പ്രബോധനം എന്താണ്? ഞാൻ പറഞ്ഞു ഫാസിസ്റ്റ് ആശയത്തിന്റെ പ്രധാന നിർദ്ദേശം എന്താണ്? രാജ്യത്തെ മഹത്വവൽക്കരിക്കൽ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ തുടങ്ങിയവയാണ് അല്ലെ. നോക്കിയേ, മുസോളിനിയുടെ പ്രബോധനം എന്താണ്? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. യുദ്ധം ചെയ്യാതെ ഇരിക്കുന്ന പുരുഷന്മാരല്ല എന്ന കാഴ്ചപ്പാടിലാണ് അദ്ദേഹം പറയുക. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്നതായിരുന്നു മുസോളിനിയുടെ പ്രബോധനം. അതുകൊണ്ട് തന്നെ ഇറ്റലി എന്ന രാജ്യത്തെ എല്ലാവരും
സൈനിക സേവനം നിർബന്ധമാക്കി മാറ്റി. ഇറ്റലിയിലെ എല്ലാ പുരുഷന്മാർക്കും സൈനിക സേവനം നിർബന്ധമാക്കി മാറ്റി. ഓക്കെ. സൈനിക സേവനം എനിക്ക് നടത്താൻ താല്പര്യമില്ല എന്ന് ജനങ്ങൾ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ജനഹിതമല്ല, രാഷ്ട്രത്തിന്റെ ഹിതമാണ് വേണ്ടത്. അതുകൊണ്ടാണ് തീവ്ര ജനാധിപത്യ വിരുദ്ധ സിദ്ധാന്തമെന്ന് നമ്മൾ ഫാസിസത്തെ പറയുക. അവാന്തി എന്ന ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പാർട്ടി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു ആര്? നമ്മുടെ മുസോളിനി. ഇത് ഇപ്പോഴല്ല, ആദ്യകാലത്ത് കേട്ടോ. അവാന്തി എന്ന ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പാർട്ടി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു. ആ പിൽക്കാലത്താണ് അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയെ എതിർത്തുകൊണ്ട് എന്ത് രൂപീകരിക്കുന്നത്? ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിക്കുക. ആദ്യം ഇദ്ദേഹം സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. സോഷ്യലിസ്റ്റ് ചിന്ത കൊണ്ട് രാജ്യത്തിന് ഉന്നതി ഉണ്ടാകില്ല എന്ന കാഴ്ചപ്പാട് ഉണ്ടായപ്പോഴാണ് അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ട് സോഷ്യലിസത്തെ എതിർത്തുകൊണ്ട് എന്താരംഭിക്കുക? യെസ്, ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിക്കുക. മനസ്സിലായോ? ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഇദ്ദേഹം ആരംഭിച്ച പത്രമായിരുന്നു എൽ പോപ്പുലോ ദി ഇറ്റാലിയ. ഇറ്റലിയെ എന്ത് ചെയ്യുക? പഴയ റോമൻ സാമ്രാജ്യവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനം എന്ന ലക്ഷ്യം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ഈ പത്രത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. എൽ പോപ്പുലോ ദി ഇറ്റാലിയ. ഓക്കെ അല്ലേ? അപ്പോ ഇറ്റലിയിലെ 1922 ഭരണാധികാരിയായി മാറിയ മുസോളിനിയുടെ പ്രബോധനം പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. അവാന്തി എന്ന ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പാർട്ടി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു ആര്? നമ്മുടെ മുസോളിനി ആദ്യ കാലഘട്ടത്തിൽ, അതായത് ഫാസിസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്. തുടർന്ന് സോഷ്യലിസ്റ്റ് ചിന്തയെ എതിർത്തുകൊണ്ട് ഇദ്ദേഹം ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നു, ഫാസിസത്തിലേക്ക് കടന്നു വരുന്നു. ഓക്കെ. അതിനുശേഷം ഇദ്ദേഹം രൂപീകരിച്ച പത്രമായിരുന്നു എന്താ? എൽ പോപ്പുലോ ദി ഇറ്റാലിയ. ഇതിൽ പ്രചരിപ്പിച്ചിരുന്നത് ഫാസിസ്റ്റ് ആശയങ്ങളും പുരാതന റോമൻ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനവുമായിരുന്നു. ഓക്കെ. ഇനി അവാന്തി എന്ന ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പാർട്ടി പത്രത്തിൽ ആയിരുന്നല്ലോ. ആ അവാന്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മുന്നോട്ട് എന്നാണ്. ഓർമ്മിച്ചേക്കണേ. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇദ്ദേഹം അവാന്തി എന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ എഡിറ്റർ ആയിരുന്നപ്പോ ഇദ്ദേഹം ഫാസിസ്റ്റ് ആശയങ്ങൾ സ്വീകരിച്ച ആളായിരുന്നോ? അല്ല. ഇദ്ദേഹം ഫാസിസത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപാണ് അവാന്തി എന്ന ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പാർട്ടി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നത്. ഓക്കെ. അവാന്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മുന്നോട്ട്. ഓക്കെ. അപ്പൊ മുസോളിനി നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്താലോ? എന്തൊക്കെയാണ് നമ്മൾ പറയുക? മുസോളിനി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി. അദ്ദേഹം രൂപീകരിച്ച സൈന്യമായിരുന്നു കരിങ്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷർട്ട്സ്. സായുധ സംഘം ഫാസിസ് എന്നറിയപ്പെടുന്നു. 1922 പ്രസിദ്ധമായ റോം മാർച്ച് നടത്തുകയും സൈനിക അട്ടിമറിയിലൂടെ ഇറ്റലിയിൽ തന്റെ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. അഥവാ ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായി. മുസോളിനി അദ്ദേഹത്തിന്റെ അനുയായികൾ വിശേഷിപ്പിച്ചത് ഡ്യൂച്ചെ എന്നാണ്. പ്രബോധനം പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. അവാന്തി എന്ന ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പാർട്ടി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു ആദ്യ കാലഘട്ടത്ത്. അവാന്തി എന്ന വാക്കിന്റെ അർത്ഥം മുന്നോട്ട്. പിൽക്കാലത്ത് ഫാസിസ്റ്റ് ആശയങ്ങൾ സ്വീകരിച്ചപ്പോൾ ഇദ്ദേഹം ആരംഭിച്ച പത്രമായിരുന്നു എൽ പോപ്പുലോ ദി ഇറ്റാലിയ. അടുത്ത് പറയുന്നു നാസിസം. ഫാസിസം ജർമ്മനിയിൽ രൂപം കൊണ്ടിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇറ്റലിയിലാണ് ഫാസിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. എന്നാൽ ഫാസിസം എന്ന ആശയം ഇറ്റലിയിലുമുണ്ട്, ജർമ്മനിയിലുമുണ്ട്. ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഫാസിസം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്നു നാസിസ്റ്റ് പാർട്ടി അഥവാ നാസി പാർട്ടി. ഓക്കെ. നോക്കാം. നാസിസത്തിന്റെ പൂർണ്ണമായ പേര് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി ആണ് നാസിസ്റ്റ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുക. ഈ നാസിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ഹിറ്റ്ലർ ആണ് 1920. നോക്കിയേ, നാസിസം എന്ന് പറയുന്നത് ഫാസിസത്തെക്കാൾ കിരാതമായിരുന്നു, അല്ലെങ്കിൽ ഫാസിസത്തെക്കാൾ കുറച്ച് തീവ്രമായ നിലപാടുകളായിരുന്നു നാസിസത്തിന്റെ പ്രത്യയശാസ്ത്രം. വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇറ്റലിയിലും ജർമ്മനിയിലും എന്തുണ്ട്? ഫാസിസം ഉണ്ട്. ഓക്കെ. ജർമ്മനിയിലെ ഫാസിസം എന്ന ആശയത്തിൽ നിന്ന് തീവ്രത കൂടിയപ്പോൾ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായിരുന്നു നാസിസം എന്ന പേരിൽ അറിയപ്പെടുക. എന്നാണ് നാസിസ്റ്റ് പാർട്ടി രൂപീകരിക്കുക? 1920 അല്ലേ? ഇറ്റലിയിലും എന്തുണ്ട്? ഫാസിസമുണ്ട്. ഇറ്റലിയിലെ ആ ഫാസിസം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്, ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് നമ്മൾ പഠിച്ചു. എന്നാണ്? 1921. ശരിയാണേ? ഇതാ നോക്കിയേ, ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് 21. അപ്പൊ ജർമ്മനിയിലും ഇറ്റലിയിലും പൊതുവായ ആശയം എന്താണ്?
ഫാസിസം എന്ന ആശയം. ഫാസിസം എന്ന് പറയുന്നത് എന്താണ്? ജനാധിപത്യ വിരുദ്ധ നിലപാടുകളാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഈ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ അതിതീവ്രമായി സ്വീകരിച്ച രാജ്യമായിരുന്നു ജർമ്മനി. അങ്ങനെ ജർമ്മനിയിൽ ഫാസിസത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്നു നാസിസം അഥവാ നാസി പാർട്ടി. നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്നതാണ് നാസിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണമായ പേര്. സ്ഥാപകൻ ഹിറ്റ്ലർ ഏത് വർഷം? 1920. ജർമ്മനിയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് നാസി പാർട്ടി. ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് സ്വസ്തിക. സ്വസ്തിക എന്ന വാക്കിന്റെ അർത്ഥം ഐശ്വര്യം. ഐശ്വര്യം എന്നാണ് സ്വസ്തിക എന്ന വാക്കിന്റെ അർത്ഥമെങ്കിലും യൂറോപ്പുകാർ ഇതിനെ വിശേഷിപ്പിച്ചത് കറുത്ത ചിലന്തി എന്നാണ്. എന്ന് പറഞ്ഞാൽ ജർമ്മനിയുമായി ഇടപഴകുന്നവരുടെ നാശത്തിലേക്ക് കാരണമായി തീരും എന്ന അർത്ഥത്തിലാണ് യൂറോപ്പുകാർ ഇതിനെ എന്തെന്ന് വിളിച്ചത്? കറുത്ത ചിലന്തി എന്ന് വിളിച്ചത്. കാരണം വംശീയമായി തീവ്രമായ നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. ആദ്യ കാലഘട്ടത്ത് ഇവര് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹകരണം വേണം. കാരണം ജർമ്മനി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്ത് ചെയ്തു? പൂർണ്ണമായും നിരായുധീകരിക്കപ്പെട്ടു. അപ്പോ ആയുധം ശേഖരിക്കുന്നതിനൊക്കെ മറ്റു രാജ്യങ്ങളുടെ സഹായം വേണം. അതുകൊണ്ട് മുതലാളിത്ത രാജ്യങ്ങളോട് ജർമ്മനി പെരുമാറിയിരുന്നത് ആ രീതിയിലായിരുന്നു. ഇനി സോഷ്യലിസ്റ്റ് രാജ്യങ്ങളായ റഷ്യ, ചൈന എന്നിവരോട് നമ്മുടെ ജർമ്മനിയിലെ നിലപാടെന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു. മുതലാളിത്ത രാജ്യങ്ങളോട് മുതലാളിത്ത നിലപാടും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളോട് സോഷ്യലിസ്റ്റ് നിലപാടും സ്വീകരിച്ചിരുന്ന രാഷ്ട്രമായിരുന്നു ആര്? ജർമ്മനി. അപ്പോ സ്വാഭാവികമായിട്ടും നിലപാടുകൾ ഇവർ മാറ്റിക്കൊണ്ടേയിരുന്നു. പക്ഷെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും എന്താണ്? യെസ്, യൂറോപ്പിൽ മേധാവിത്വം സ്ഥാപിക്കണം, ലോകത്ത് മേധാവിത്വം സ്ഥാപിക്കണം. മറ്റ് രാഷ്ട്രങ്ങളെ കാണുമ്പോൾ തങ്ങൾ വലിയ സുഹൃത്തുക്കളാണെന്ന് ഇവര് അഭിനയിക്കും. പരോക്ഷമായി അവർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട്, അവരെ അടിച്ചമർത്താനായിട്ട്, അവരിൽ വിജയം വരിക്കുവാനായിട്ട് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. ഇതായിരുന്നു ജർമ്മനിയുടെ രീതി. കേട്ടോ? നമുക്ക് അതിലേക്ക് പോവാം. അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? എന്താണ് നാസിസം? പൂർണ്ണമായ പേര് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. സ്ഥാപകൻ ഹിറ്റ്ലറാണ് 1920. ജർമ്മനിയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ്. ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് സ്വസ്തിക. സ്വസ്തിക എന്ന വാക്കിന്റെ അർത്ഥം ഐശ്വര്യം. യൂറോപ്പുകാർ വിശേഷിപ്പിച്ചത് കറുത്ത ചിലന്തി. ഫാസിസത്തെക്കാൾ കിരാതമായിരുന്നു നാസിസത്തിന്റെ പ്രത്യയശാസ്ത്രം. ജർമ്മനിയിലെ നാസിസുകൾ അല്ലെങ്കിൽ നാസിസ്റ്റ് പാർട്ടി അഥവാ ഫാസിസം, ജർമ്മനിയിലെ ഫാസിസം അതാണ് നാസിസം. ഓക്കെ, ജർമ്മനിയിലെ ഫാസിസമായ നാസിസം ശത്രുക്കളായി കണക്കാക്കിയത് ആരെ? ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ജനാധിപത്യവാദികളെയും. ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ജനാധിപത്യവാദികളെയും. ജൂതന്മാർ എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട്, അമേരിക്ക, ഇസ്രയേൽ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ജൂതന്മാരുണ്ട്. ആ ജൂതന്മാരാണ് തങ്ങളെ എന്ത് ചെയ്തത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അവർക്കെതിരെ ശക്തമായി തിരിച്ചടിക്കണം എന്ന ലക്ഷ്യം. കമ്മ്യൂണിസ്റ്റുകാരാണ് സോഷ്യലിസത്തിന് കാരണമായി തീരുക. അതുകൊണ്ട് അവരെ എതിർക്കണം. പക്ഷെ പ്രത്യക്ഷത്തിൽ ഇവര് റഷ്യയുമായി സുഹൃത്ത് ബന്ധമാണ്, ചൈനയുമായി സുഹൃത്ത് ബന്ധമാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുന്നു. ജൂതന്മാരെ എതിർക്കുന്നുണ്ട്, പക്ഷെ പ്രത്യക്ഷത്തിൽ ബ്രിട്ടനുമായും ഫ്രാൻസുമായും അമേരിക്കയുമായും സൗഹൃദത്തിലാണ്. പരോക്ഷമായി ഇവരെന്ത് ചെയ്യുന്നു? അതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യും. ഓക്കെ, ജനാധിപത്യത്തിനും എതിരാണ് ഫാസിസം. അതുകൊണ്ട് തന്നെ നാസികളും എന്തിനെതിരാണ്? ജനാധിപത്യവാദികൾക്കെതിരെ. യഹൂദരെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഹിറ്റ്ലർ രൂപം നൽകിയ സേനയാണ് തവിട്ടുകുപ്പായക്കാർ, ബ്രൗൺ ഷർട്ട്സ്. യഹൂദരെ അഥവാ ജൂതന്മാർ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഹിറ്റ്ലർ പ്രത്യേകമായി രൂപം നൽകിയ സേനയാണ് തവിട്ടുകുപ്പായക്കാർ. തവിട്ടുകുപ്പായക്കാരുടെ ലക്ഷ്യം ഇതാണ്: ജൂതന്മാരെ കൊന്നുകളയുക, ജൂതന്മാരെ അടിച്ചമർത്തുക. ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തതാണ് ഹോളോകോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുക. ലോകത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഹോളോകോസ്റ്റ്. ഹോളോകോസ്റ്റ് ദിനമായി കണക്കാക്കുന്നത് ജനുവരി 27. ജർമ്മനിയിലെ നാസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തവിട്ടുകുപ്പായക്കാർ യഹൂദരെ പീഡിപ്പിക്കുന്ന വിവരം ലോകത്തെ അറിയിച്ച സിനിമയായിരുന്നു ഏത്? ഷിൻലേഴ്സ്. ഷിൻലേഴ്സ് എന്ന സിനിമ സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പീൽബർഗ് ആണ്. ഓക്കെ, അപ്പൊ ജൂതന്മാരെ നാസികൾ കൂട്ടക്കൊല ചെയ്തത് അഥവാ നാസികളുടെ കീഴിലുള്ള
തവിട്ടുകുപ്പായക്കാർ കൂട്ടക്കൊല ചെയ്തതാണ് ഹോളോകോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുക. ഹോളോകോസ്റ്റ് ദിനമായി കണക്കാക്കുന്ന ജനുവരി 27 PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രിയ വിദ്യാർത്ഥികളെ മറക്കരുത്. യഹൂദ പീഡനം വിവരിക്കുന്ന സിനിമയാണ് ഷിൻലേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുക. ഈ ഷിൻലേഴ്സ് എന്ന സിനിമ സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പീൽബർഗ് ആണ്. സ്റ്റീവൻ സ്പീൽബർഗ്. ഓക്കെ അല്ലേ? അപ്പോ ഫാസിസ്റ്റുകൾ, ജർമ്മനിയിലെ ഫാസിസ്റ്റുകൾ അഥവാ നാസികൾ ശത്രുക്കളായി കണക്കാക്കിയത് ആരെ? ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ജനാധിപത്യവാദികളെയും. യഹൂദരെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഹിറ്റ്ലർ രൂപം നൽകിയ സേനയാണ് തവിട്ടുകുപ്പായക്കാർ. ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത സംഭവമാണ് ഹോളോകോസ്റ്റ് എന്നറിയപ്പെടുക. ഹോളോകോസ്റ്റ് ദിനമായി കണക്കാക്കുന്നത് ജനുവരി 27. യഹൂദ പീഡനം വിവരിക്കുന്ന സിനിമയാണ് ഷിൻലേഴ്സ്. ഷിൻലേഴ്സ് എന്ന സിനിമ സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പീൽബർഗ് ആണ്. ഈ സിനിമയിലൂടെയാണ് ലോകം ജൂത കൂട്ടക്കൊലയെ കുറിച്ച് യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. ജർമ്മനിയില് നാസി പാർട്ടിക്ക് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ഫാസിസം എന്ന ആശയം പ്രചരിപ്പിച്ച നേതാവാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലറെ കുറിച്ച് നമുക്കിന്ന് പരിശോധിക്കാം. ഹിറ്റ്ലറെ ജനങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത് ഫ്യൂറർ എന്നാണ്. അതായത് പീഡിപ്പിക്കുന്ന ഭരണാധികാരി എന്നർത്ഥത്തിൽ. ഫ്യൂറർ 1923 ജർമ്മനിയുടെ ഭരണം പിടിച്ചെടുക്കാൻ അദ്ദേഹം ഒരു പട്ടാള അട്ടിമറിക്ക് ശ്രമിച്ചു. പക്ഷെ പരാജയമായിരുന്നു ഫലം. അതുകൊണ്ട് ഈ പട്ടാള അട്ടിമറി നടത്തിയ ശ്രമത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ബിയർഹാൾ പുച്ച് എന്ന് വിളിച്ചു. അധികാരത്തിൽ നിന്ന് കിട്ടിയോ? കിട്ടിയില്ല. അപ്പൊ ഹിറ്റ്ലറുടെ വിശേഷണം എന്താണ്? ഫ്യൂറർ എന്നാണ്. 1923 ഭരണം പിടിച്ചെടുക്കാൻ നടത്തിയ വിഫല ശ്രമം ബിയർഹാൾ പുച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നു. സൈനിക അട്ടിമറിക്ക് ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. 1933 ജർമ്മനിയിൽ ഭരണം നടത്തിയിരുന്ന വീമാർ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ചുകൊണ്ട് ജർമ്മനിയുടെ ചാൻസലറായി നിയമിക്കപ്പെടുന്നു. ജർമ്മനിയുടെ ചാൻസലറായി ഹിറ്റ്ലറെ നിയമിച്ച ജർമ്മൻ രാഷ്ട്രപതിയായിരുന്നു ഹിൻഡൻബർഗ്. ഓക്കെ, പേര് മറന്നുപോലെ. അപ്പൊ 1933 ജർമ്മനിയിലെ വീമാർ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ചുകൊണ്ട് ജർമ്മനിയുടെ ചാൻസലറായിട്ട് മാറി. ജർമ്മനിയുടെ ചാൻസലറായി ഹിറ്റ്ലറെ നിയമിച്ച ജർമ്മൻ പ്രസിഡന്റ് ആണ് ഹിൻഡൻബർഗ്. അങ്ങനെ ജർമ്മൻ ഭരണാധികാരിയായി മാറിയപ്പോൾ, ജർമ്മനിയുടെ ചാൻസലറായി മാറിയപ്പോൾ ഇദ്ദേഹം സ്വീകരിച്ച സ്ഥാനപ്പേരായിരുന്നു ഫ്യൂറർ എന്ന് പറയുക. ജനങ്ങൾ അദ്ദേഹത്തെ ഫ്യൂറർ എന്ന് വിളിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് ഇദ്ദേഹത്തെ അട്ടിമറിച്ചാലോ എന്നൊരു പേടിയുണ്ട്. ഇദ്ദേഹം രൂപീകരിച്ച രഹസ്യ പോലീസാണ് ഗസ്റ്റപ്പോ എന്ന പേരിൽ അറിയപ്പെടുക. ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ കീഴില് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ, ജൂതന്മാരെ വിചാരണ ചെയ്യാൻ, ജൂതന്മാരെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച സൈന്യം എന്ന പേരിൽ അറിയപ്പെടുന്നേ ബ്രൗൺ ഷർട്ട്സ് അല്ലെ? ഇവിടെ ഇദ്ദേഹം രൂപീകരിച്ച രഹസ്യ പോലീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഗസ്റ്റപ്പോ എന്ന പേരിൽ അറിയപ്പെടുന്നു. മറക്കില്ലല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നുണപ്രചരണ സംഘത്തിന്റെ തലവനായിരുന്നു ഗീബൽസ്. നാസി പാർട്ടിയിൽ ഒന്നാമൻ ഹിറ്റ്ലർ ആണെങ്കിൽ നാസി പാർട്ടിയിൽ രണ്ടാമനാണ് ഗീബൽസ് എന്ന് പറയുന്നത്. ഗീബൽസിന്റെ ഉദ്ദേശം സോഷ്യലിസ്റ്റ് ചിന്തകരോ അല്ലെങ്കിൽ ജൂതന്മാരോ ഒക്കെ ജനങ്ങളെ, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ചിന്തകരോ ജൂതന്മാരോ ജനാധിപത്യവാദികളോ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് അവരെ കല്ലെറിയിക്കും. ആരെ? ജനാധിപത്യവാദികളെയും സോഷ്യലിസ്റ്റ് ചിന്തകരെയൊക്കെ ശത്രുക്കളായി മാറ്റുന്ന പ്രവണത. അതാണ് നുണപ്രചരണ സംഘം. ആ വാക്കുപോലെ തന്നെയാണ്. ഓക്കെ, കള്ളം പ്രചരിപ്പിക്കുന്നു. കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അധികാരം ഏറ്റെടുക്കുന്ന പ്രവണത. അത് തന്നെയാണ് ഹിറ്റ്ലർ അധികാരം ഏറ്റെടുത്തപ്പോഴും ജനങ്ങളെ പലപ്പോഴും പറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരം ഏറ്റെടുക്കുക. ഓക്കെ, അപ്പോ പ്രബോധനം, ഈ ഗീബൽസിന്റെ പ്രബോധനമായിരുന്നു ഒരു കള്ളം 1000 തവണ ആവർത്തിച്ചാൽ അത് സത്യമായി തീരും. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അങ്ങനെയല്ലേ സംഭവിക്കുന്നേ? സത്യം അറിയാവുന്ന 5 പേരുണ്ട്, സത്യം അറിയാത്ത 95 പേരുണ്ട്. സത്യം അറിയാവുന്ന 5 പേര് മിണ്ടില്ല, കള്ളമറിയാവുന്ന 95 പേര് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. സമൂഹം എന്ത് വിശ്വസിക്കും? ആ കള്ളമായിരിക്കും വിശ്വസിക്കുക. ശരിയല്ലേ? അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ യെസ്, അത് തന്നെയാണ് ഗീബൽസിന്റെ സിദ്ധാന്തം. ഒരു കള്ളം 1000 തവണ ആവർത്തിച്ചാൽ അത് സത്യമാകും. ഓക്കെ, അപ്പോ നാസി പാർട്ടിയുടെ ഒന്നാമൻ എന്ന് പറയുന്നത് ഹിറ്റ്ലറാണ്. രണ്ടാമൻ എന്നറിയപ്പെടുന്നതാണ് ഗീബൽസ്. ആരായിരുന്നു ഗീബൽസ്? ഹിറ്റ്ലറുടെ നുണപ്രചരണ സംഘത്തിന്റെ തലവൻ.
ഗീബൽസിന്റെ പ്രബോധനമായിരുന്നു ഒരു കള്ളം 1000 തവണ ആവർത്തിച്ചാൽ അത് സത്യമായി തീരും. ഇനി ഹിറ്റ്ലറുടെ ആത്മകഥ മെയിൻ കാമ്പ്. നാസി പാർട്ടിയുടെ നാസിസത്തിന്റെ അഥവാ ഫാസിസത്തിന്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളുമാണ് ഈ മെയിൻ കാമ്പ് എന്ന പുസ്തകത്തിലൂടെ ആര് പറയുക? ഹിറ്റ്ലർ പറയുക. അതുകൊണ്ട് തന്നെ ഇതിനെ നാസിസത്തിന്റെ ബൈബിൾ എന്ന് വിളിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പ്രബോധനം ജർമ്മൻ ജനതയെ തീവ്ര ദേശീയ നിലപാടുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ പ്രബോധനം ഇതായിരുന്നു: ജർമ്മൻകാർ ആര്യന്മാരാണ്. ആര്യന്മാരാണ് ലോകത്തെ പരിശുദ്ധ വംശം. അവരാണ് ഈ ലോകം ഭരിക്കേണ്ടത്, അല്ലാതെ ജൂതന്മാരല്ല. കാരണം ജൂതന്മാരാണ് അമേരിക്കയിലുള്ളത്, ജൂതന്മാരാണ് ബ്രിട്ടനിലുള്ളത്, ജൂതന്മാരാണ് ഫ്രാൻസിലുള്ളത്. ഓക്കെ, അപ്പൊ ജൂതന്മാരല്ല ലോകം ഭരിക്കേണ്ടത്. ആരാണ്? ആര്യന്മാരാണ്. ഈ ആര്യന്മാർ എവിടെയാ ജീവിക്കണേ? ജർമ്മനിയില്. അതായത് നമ്മളാണ് ജർമ്മനിയാണ് ലോകത്തെ ഭരിക്കേണ്ടത്, അല്ലാതെ മറ്റ് ജൂതരാഷ്ട്രങ്ങളല്ല എന്ന കാഴ്ചപ്പാട്. ഇത് കുറെ തവണ ഇങ്ങനെ ആവർത്തിപ്പിച്ച് ജനങ്ങളും ശരിയാണ്, നമ്മളാണ് ലോകത്തെ അധിപന്മാർ. അതാണ് പിന്നീട് യുദ്ധത്തിലേക്ക് കലാശിക്കുന്നത്. ഓക്കെ, അപ്പോ ഹിറ്റ്ലറുടെ നുണപ്രചരണ സംഘത്തിന്റെ തലവൻ ആരായിരുന്നു? ഗീബൽസ് ആയിരുന്നു. പ്രബോധനം ഒരു കള്ളം 1000 തവണ ആവർത്തിച്ചാൽ അത് സത്യമായി തീരും. ആത്മകഥ മെയിൻ കാമ്പ്. വിശേഷണം നാസിസത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നു. പ്രബോധനം ജർമ്മൻകാർ ആര്യന്മാരാണ്. ആര്യന്മാരാണ് ലോകത്തെ പരിശുദ്ധ വംശം. അവരാണ് ലോകം ഭരിക്കേണ്ടത്. നാസി പാർട്ടിയിൽ അംഗമായിരുന്ന മലയാളിയായിരുന്നു ചെമ്പകരാമൻ പിള്ള. അദ്ദേഹത്തെ കുറിച്ചുകൂടെ നോക്കാം. ജർമ്മൻ ദേശീയ കക്ഷിയിൽ അംഗത്വമുണ്ടായിരുന്ന ഏക വിദേശി, അതായത് ജർമ്മനിയുടെ വിദേശി, അതായത് ഇന്ത്യക്കാരൻ, മലയാളി, ഏക വിദേശിയാണ് ചെമ്പകരാമൻ പിള്ള. ഓക്കെ, ചെമ്പകരാമൻ പിള്ള. പ്രിയ വിദ്യാർത്ഥികളെ, ഈ പിള്ള എന്ന വാക്ക് പറയുമ്പോൾ നമുക്ക് വേറെ എന്തോ മനസ്സിൽ വരും. ചെമ്പകരാമൻ തമ്പിയല്ലേ? അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ആരാ അത്? വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേരാണ് ചെമ്പകരാമൻ തമ്പി. ഇത് ചെമ്പകരാമൻ പിള്ള. രണ്ടും രണ്ടുപേരാണ് കേട്ടോ. അപ്പൊ ചെമ്പകരാമൻ പിള്ള ജർമ്മൻ ദേശീയ കക്ഷിയിൽ അംഗത്വമുണ്ടായിരുന്ന ഏക വിദേശി അഥവാ ഏക കേരളീയൻ. നാസി പാർട്ടിയിൽ അംഗമായ മലയാളിയാണ് ചെമ്പകരാമൻ പിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജേന്ദ്ര മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യമന്ത്രിയായിരുന്നു ചെമ്പകരാമൻ പിള്ള. കേട്ടോ, അപ്പൊ ചെമ്പകരാമൻ പിള്ള ജർമ്മൻ ദേശീയ കക്ഷിയിൽ അംഗത്വമുണ്ടായിരുന്ന ഏക വിദേശിയാണ്. നാസി പാർട്ടിയിൽ അംഗമായ മലയാളിയാണ്. കാബൂൾ ആസ്ഥാനമായി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യമന്ത്രി. അപ്പൊ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു പോകുന്നത് പതിവായിരുന്നു. അങ്ങനെയായപ്പോ നമ്മുടെ ഹിറ്റ്ലറുടെ രഹസ്യ സേനയുണ്ടല്ലോ, ഹിറ്റ്ലറുടെ രഹസ്യ സേന നമ്മൾ പഠിച്ചു. എന്താണ് രഹസ്യ സേന? ഗസ്റ്റപ്പോ. ഈ ഗസ്റ്റപ്പോ ഹിറ്റ്ലർക്ക് റിപ്പോർട്ട് കൊടുത്തു, ഇദ്ദേഹം ഇന്ത്യയിൽ പോയിട്ട് വരികയാണ്, ഇദ്ദേഹം ബ്രിട്ടീഷ് ചാരനാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ റിപ്പോർട്ട് കൊടുത്തപ്പോ ഗസ്റ്റപ്പോയുടെ നിർദ്ദേശമനുസരിച്ച് ഹിറ്റ്ലറുടെ ഉത്തരവ് പ്രകാരം ചെമ്പകരാമൻ പിള്ളയെ കൊന്നു. ബ്രിട്ടീഷ് ചാരനാണ് എന്ന സംശയത്തിന്റെ പേരിൽ കൊന്നുകളയുക. കേട്ടോ, നാസികൾ തന്നെ ഇദ്ദേഹത്തെ കൊന്നുകളയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അത് നമുക്ക് വേണമെന്നില്ല. ചെമ്പകരാമൻ പിള്ള നാസി പാർട്ടിയിൽ അംഗമായിരുന്ന മലയാളി എന്ന കാര്യം ഓർമ്മിക്കുക. ഓക്കെ, കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാം സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യ മന്ത്രിയായിരുന്നു ചെമ്പകരാമൻ പിള്ള. മറക്കില്ലല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ ഫാസിസവും നാസിസവും പഠിച്ചു. യഥാർത്ഥത്തില് ഫാസിസം എന്ന് പറയുന്നത് എന്താ? തീവ്ര ജനാധിപത്യ വിരുദ്ധ ആശയം. ആ ഫാസിസത്തിന്റെ പേരില് ജർമ്മനിയില് 1920 നാസിസം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ഈ ഫാസിസം എന്ന ആശയത്തിന്റെ കീഴിൽ ഇറ്റലിയില് 1921 ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ഇത്രയേ ഉള്ളൂ. ജർമ്മനിയിലും അതുപോലെ തന്നെ ഇറ്റലിയിലും പ്രചരിക്കുന്ന ആശയം എന്താ? ഫാസിസം എന്ന ആശയം. ഇറ്റലിയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടി ഫാസിസ്റ്റ് പാർട്ടി, ജർമ്മനിയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടി നാസിസ്റ്റ് പാർട്ടി. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പൊ ഫാസിസം എന്ന ആശയം ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫാസിസം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറ്റലിയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഫാസിസ്റ്റ് പാർട്ടി. ഫാസിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ ബെനിറ്റോ മുസോളിനി 1921 സ്ഥാപിച്ചു. ഫാസിസം എന്ന വാക്കിന്റെ അർത്ഥം ഒരുമ അഥവാ ഐക്യം. മുദ്ര ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും. പുരാതന റോമൻ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫാസിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം പ്രാചീന റോമൻ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു.
ഫാസിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ച സോഷ്യലിസ്റ്റ് തത്വചിന്തകനാണ് മെറ്റിയൂരി. ഫാസിസത്തിന്റെ സവിശേഷതകൾ: തീവ്രദേശീയത, വംശമഹിമ എന്നിവ ഉയർത്തിപ്പിടിക്കൽ, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയെ എതിർക്കുക, യുദ്ധത്തെ മഹത്വവൽക്കരിക്കുക, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുക, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുക. ഇത് പൊതുവായിട്ട് ഇറ്റലിയിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഫാസിസം എന്ന ആശയമാണ് പ്രചരിക്കപ്പെടുക. ഇറ്റലിയിൽ ഫാസിസത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടി ഫാസിസ്റ്റ് പാർട്ടി, ജർമ്മനിയിൽ ഫാസിസത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടി നാസിസ്റ്റ് പാർട്ടി. ഇത് രണ്ടിന്റെ അടിസ്ഥാനം ഫാസിസത്തിന്റെ സവിശേഷതകൾ തന്നെയാണ്. ശരിയല്ലേ? നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? ഫാസിസത്തിന്റെ ഇതേ ആശയങ്ങൾ തന്നെയല്ലേ ഇറ്റലിയിലും ജർമ്മനിയിലും ഉപയോഗിക്കാം. തീവ്രദേശീയതയും വംശമഹിമയും ഉയർത്തിപ്പിടിക്കുക, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയെ എതിർക്കുക, യുദ്ധത്തെ മഹത്വവൽക്കരിക്കുക, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുക, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുക. ഇതിൽ കപട നിലപാടുകൾ സ്വീകരിച്ചത് ഇറ്റലിയാണോ ജർമ്മനിയാണോ? ജർമ്മനിയായിരുന്നു. ആരാണോ തങ്ങൾക്കുമായി സഹായം നൽകുന്നത് ആ രാജ്യത്തോടൊപ്പം നിൽക്കുന്ന രീതി. എന്നാൽ പരോക്ഷമായി അവരെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് സജ്ജീകരണങ്ങളും ചെയ്യുകയാണ് കേട്ടോ. യെസ്, മുസോളിനിയിലേക്ക് പോവാം. മുസോളിനി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് എന്താ? നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി. രൂപീകരിച്ച സൈന്യം എന്ന് പറയുന്നത് കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ഷർട്ട്സ്. മുസോളിനി രൂപീകരിച്ച സായുധ സംഘമാണ് ഫാസസ് എന്ന പേരിൽ അറിയപ്പെടുക. 1922 പ്രസിദ്ധമായ റോം മാർച്ച് നടത്തി സൈനിക അട്ടിമറിയിലൂടെ ഇറ്റലിയിൽ അധികാരം സ്ഥാപിച്ചു. ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായി മാറി. മുസോളിനിയുടെ അനുയായികൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഡ്യൂച്ചെ എന്നാണ്. പ്രബോധനം: പുരുഷൻ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ഫാസിസം എന്ന ആശയം തലയ്ക്ക് പിടിക്കുന്നതിന് മുൻപ് മുസോളിനി അവാന്തി എന്ന ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പാർട്ടി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു. അവാന്തി എന്ന വാക്കിന്റെ അർത്ഥം മുന്നോട്ട്. പിന്നീട് ഫാസിസ്റ്റ് ആശയങ്ങൾ തലയ്ക്ക് പിടിച്ചപ്പോൾ അദ്ദേഹം സോഷ്യലിസത്തെ എതിർക്കാൻ ആരംഭിച്ചു. തുടർന്ന് ഫാസിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം ആരംഭിച്ച പത്രമായിരുന്നു എൽ പോപ്പുളോ ദി ഇറ്റാലിയ, നാസിസം. പൂർണ്ണനാമം നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. സ്ഥാപകൻ ഹിറ്റ്ലറാണ് 1920. ഫാസിസത്തിന്റെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് നാസിസം. നാസിസം എന്ന അല്ലെങ്കിൽ നാസിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് സ്വസ്തിക. സ്വസ്തിക എന്ന വാക്കിന്റെ അർത്ഥം ഐശ്വര്യം എന്നാണെങ്കിലും യൂറോപ്പുകാർ ഇതിനെ വിശേഷിപ്പിച്ചത് കറുത്ത ചിലന്തി എന്നാണ്. ഫാസിസത്തെക്കാൾ കിരാതമായിരുന്നു നാസിസത്തിന്റെ പ്രത്യയശാസ്ത്രം. ശത്രുക്കളായി കണക്കാക്കിയത് ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ജനാധിപത്യവാദികളെയും. ഫാസിസം ജനാധിപത്യ വിരുദ്ധ സിദ്ധാന്തമാണ്. പക്ഷെ ആ ഫാസിസത്തിന്റെ തീവ്ര നിലപാടാണെന്ത്? നാസിസം. നാസിസം ആരെയൊക്കെ ശത്രുക്കളായി കണക്കാക്കി? ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ജനാധിപത്യവാദികളെയും. എന്നാൽ ജൂതരാഷ്ട്രങ്ങളോട് ഇവർക്ക് മെച്ചപ്പെട്ട ഉന്നതി ലഭിക്കുകയാണെങ്കിൽ അവരോട് സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. പരോക്ഷമായി അവരെ എങ്ങനെ അടിച്ചമർത്തണമെന്ന കാഴ്ചപ്പാട്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളായ റഷ്യയും ചൈനയും അവരോട് സൗഹൃദ നിലപാടുകൾ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി? ജർമ്മനിയുടെ നേട്ടത്തിന് വേണ്ടി മാത്രം. പരോക്ഷമായി രഹസ്യമായി അവർക്കെതിരെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോ നാസിസ്റ്റ് പാർട്ടി അഥവാ ഹിറ്റ്ലർ ശത്രുക്കളായി കണക്കാക്കിയത് ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ജനാധിപത്യവാദികളെയും. യഹൂദരെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഹിറ്റ്ലർ രൂപം നൽകിയ സേനയാണ് തവിട്ടുകുപ്പായക്കാർ. ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത സംഭവമാണ് ഹോളോകോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുക. ഹോളോകോസ്റ്റ് ദിനമായി കണക്കാക്കുന്നത് ജനുവരി 27. ആ സംഭവം, ആ ഹോളോകോസ്റ്റ് നടക്കുന്ന സമയത്ത് ജനങ്ങൾ അറിഞ്ഞില്ല. പിൽക്കാലത്താണ് ജനങ്ങൾ അറിയുന്നത് കേട്ടോ. യഹൂദ പീഡനം വിവരിക്കുന്ന ചലച്ചിത്രമാണ് ഷിൻലേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുക. ഷിൻലേഴ്സ് എന്ന സിനിമ സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പീൽബർഗ് ആണ്. ഹിറ്റ്ലറെ കുറിച്ച് ഹിറ്റ്ലറെ ജനങ്ങള് വിശേഷിപ്പിച്ചത് ഫ്യൂറർ എന്നായിരുന്നു. 1923 ജർമ്മനിയുടെ ഭരണം പിടിച്ചെടുക്കാൻ നടത്തിയ സൈനിക നീക്കം ബിയർഹാൾ പുച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ പരാജയപ്പെട്ടു പോയി. 1933 വീമാർ റിപ്പബ്ലിക്കിനെ സൈനിക അട്ടിമറിയിലൂടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് 1933 ജർമ്മനിയുടെ ചാൻസലറായി നിയമിക്കപ്പെട്ടു. ഹിറ്റ്ലറെ ജർമ്മനിയുടെ ചാൻസലറായി നിയമിച്ച പ്രസിഡന്റ് രാഷ്ട്രപതിയായിരുന്നു ഹിൻഡൻബർഗ്. ആ സമയത്ത് ഇദ്ദേഹം സ്വീകരിച്ച സ്ഥാനപ്പേരായിരുന്നു ഫ്യൂറർ. ഹിറ്റ്ലറിന്റെ രഹസ്യ പോലീസായിരുന്നു ഗസ്റ്റപ്പോ, ശത്രുക്കളെ കണ്ടെത്തുവാനും നിഗ്രഹിക്കുവാനുമുള്ള രഹസ്യസേന. ഹിറ്റ്ലറുടെ നുണപ്രചരണ സംഘത്തിന്റെ തലവൻ ഗീബൽസ്. നാസി പാർട്ടിയിൽ ഒന്നാമൻ ഹിറ്റ്ലറാണെങ്കിൽ രണ്ടാമൻ ഗീബൽസ് ആയിരുന്നു. ഗീബൽസിന്റെ പ്രബോധനമായിരുന്നു ഒരു കള്ളം 1000 തവണ ആവർത്തിച്ചാൽ അത് സത്യമായി തീരും. അപ്പൊ കള്ളം, നുണം പ്രചരിപ്പിക്കണമെങ്കിൽ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജനങ്ങൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊള്ളും. ആത്മകഥ മെയിൻ കാംപ്. ആരുടെ? ഹിറ്റ്ലറുടെ ആത്മകഥ മെയിൻ കാംപ്. ഈ മെയിൻ കാംപ്
നാസിസത്തിന്റെ ആദർശങ്ങളാണ് എഴുതപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഇതിനെ നാസിസത്തിന്റെ ബൈബിൾ എന്ന് വിളിക്കുന്നു. ജർമ്മൻകാർ ആര്യന്മാരാണ്. ആര്യന്മാരാണ് ലോകത്തെ പരിശുദ്ധ വംശം. അവരാണ് ലോകം ഭരിക്കേണ്ടത് എന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ഹിറ്റ്ലർ ആയിരുന്നു. ഹിറ്റ്ലറുടെ നാസി പാർട്ടിയിൽ അംഗമായിരുന്ന മലയാളിയായിരുന്നു ചെമ്പകരാമൻ പിള്ള. ജർമ്മൻ ദേശീയ കക്ഷിയിൽ അംഗത്വമുണ്ടായിരുന്ന ഒരേയൊരു വിദേശി അഥവാ മലയാളി. നാസി പാർട്ടിയിൽ അംഗമായ മലയാളി. കാബൂൾ ആസ്ഥാനമായി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യമന്ത്രി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയായിരുന്നു. ഇന്ത്യയിൽ വരികയും പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷ് ചാരനാണെന്ന് കരുതി നാസികൾ ഇദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഓക്കെ, ഇത്രയുമാണ് ഫാസിസത്തെക്കുറിച്ചും നാസിസത്തെക്കുറിച്ചും പഠിക്കേണ്ടത്. അപ്പോൾ ഫാസിസം എന്ന് പറയുന്നത് തീവ്ര ജനാധിപത്യ വിരുദ്ധ ആശയമാണ്. ഇറ്റലിയിലും ജർമ്മനിയിലും ഫാസിസം എന്ന ആശയം ഉണ്ടായിരുന്നു. ഫാസിസം എന്ന ആശയത്തിൽ നിന്ന് ഇറ്റലിയിൽ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫാസിസ്റ്റ് പാർട്ടി, ഫാസിസം എന്ന ആശയത്തിൽ നിന്ന് ജർമ്മനിയിൽ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി നാസിസ്റ്റ് പാർട്ടി. ഫാസിസത്തിന്റെ തീവ്ര ഒരു ആശയ പ്രചരണമാണ് നാസിസം എന്ന് പറയുക. ഓക്കെ അല്ലേ? അത് മനസ്സിലുണ്ടാവട്ടെ. ഇത് ആദ്യകാലത്ത് മുതലാളിത്ത രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അത് നമ്മൾ പ്രീണന നയം എന്നൊക്കെ നമ്മൾ പറയും. ആ പ്രീണന നയമാണ് ജർമ്മനിയെ ആയുധവൽക്കരിക്കുവാനും സൈനികരെ ഏകീകരിക്കുവാനും ആ ജർമ്മനി ലോകത്ത് കീഴടക്കുവാൻ മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുന്നത്. അപ്പോ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങളും രണ്ടാം ലോക മഹായുദ്ധവും നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. ഇത്രയും കൃത്യമായി പഠിച്ചു വരിക, എങ്കിലേ അടുത്ത ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, കണക്റ്റഡ് ആണ്. ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് കണക്റ്റഡ് ആണ് ഫാസിസവും നാസിസവും. ഈ ഫാസിസവും നാസിസവും കണക്റ്റഡ് ആണ് രണ്ടാം ലോക മഹായുദ്ധം. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് പറയണേ, കൃത്യമായി പഠിച്ചു വരിക, മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞ് മാത്രം രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക്. എങ്കിൽ മാത്രമേ ഇപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അല്ലെ? ആശയം മനസ്സിലാക്കിയാൽ മാത്രമേ ഏത് രീതിയിലുള്ള ചോദ്യം വന്നാലും നമുക്ക് ആൻസർ എഴുതാൻ കഴിയത്തുള്ളൂ. ശരിയല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.